ഹലോ, വെൽക്കം ബാക്ക് ടു അനൂസ് മാജിക് പ്ലേറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ലൈം ജ്യൂസിനെ ഒന്ന് കളർഫുൾ ആക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ചെമ്പരത്തി പൂവാണ്. നമ്മുടെ ഒട്ടുമിക്ക വീടുകളിലും കാണുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി. വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട് ഈ ചെമ്പരത്തിക്ക്. ചെമ്പരത്തിയുടെ ഇലയും പൂവും ഉപയോഗിച്ച് നമ്മൾ താളി ഉണ്ടാക്കാറുണ്ട്. അതെല്ലാവർക്കും അറിയാം. നല്ലൊരു ഹെയർ കണ്ടീഷണർ കൂടിയാണ്. കൂടാതെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ചെമ്പരത്തി പൂവിൽ. പലവിധ രോഗങ്ങൾക്കും ഒരു പ്രതിവിധി കൂടിയാണ് ചെമ്പരത്തി പൂവ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ലൈം ജ്യൂസ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ലൈം ജ്യൂസ് ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു 12 ചെമ്പരത്തി പൂവാണ് പറിച്ചെടുത്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞെട്ടൊക്കെ മാറ്റിയിട്ട് വേണം കഴുകിയെടുക്കാനായിട്ട്. പൂവിൻ്റെ ഞെട്ട് മാറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ഭാഗം കൂടെ കളയണം. പൂമ്പൊടിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഈ ഒരു ഭാഗം നമുക്ക് വേണ്ട. അതും കൂടെ നുള്ളി മാറ്റാം. ഇനി നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ പൂവൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിക്കാനായിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ തീ കുറച്ച് വെച്ചു. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഈ ചെമ്പരത്തിപ്പൂവിന് ധാരാളം ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ സി, അതുപോലെ നൈട്രജൻ, ഫോസ്ഫറസ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ പൂവിൽ. അതുപോലെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് കുറയ്ക്കുവാനായിട്ട് ഈ പൂവ് സഹായിക്കും. ഒരു സർവ്വ ഔഷധി കൂടിയാണ് ഈ പൂവ്. അപ്പോൾ ധാരാളം ഗുണങ്ങളുള്ള ഈ പൂവിൻ്റെ വെള്ളത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നത്. നാരങ്ങാ വെള്ളമാണെങ്കിലും എല്ലാ ദിവസവും ഒരു ഗ്ലാസ് വെച്ച് കുടിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തെ ആൽക്കലൈനാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഈ നാരങ്ങ. അപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ ഈ നാരങ്ങയ്ക്ക് നല്ല കഴിവുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ പീസ് ഇഞ്ചി ഞാൻ ചതച്ച് കൊണ്ടുവന്നതാണിത്. ഇതും കൂടെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെ സത്തും കൂടെ ഈ വെള്ളത്തിലേക്ക് ചേർന്നുകൊള്ളും. അപ്പോൾ സാധാരണ നമ്മൾ നാരങ്ങാ വെള്ളം എടുക്കുമ്പോഴാണെങ്കിലും ഇഞ്ചി ചേർക്കുന്നത് നല്ലതാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണത്. 2 മിനിറ്റും കൂടെ നന്നായിട്ട് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൻ്റെ സത്തെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇഞ്ചിയുടെയും പൂവിൻ്റെ എല്ലാം സത്ത് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളത്തിൻ്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രീസറിലോട്ടാണ് മാറ്റുന്നത്, പെട്ടെന്ന് തണുത്ത് കിട്ടുവാനായിട്ട്. അപ്പോൾ നമ്മുടെ ആ വെള്ളം തണുത്ത് വരുന്ന സമയം കൊണ്ട് ഈ ഒരു നാരങ്ങ ഈ 2 ഗ്ലാസ്സിലായിട്ട് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് നമുക്ക് ഇളക്കി വയ്ക്കാം. 1 സ്പൂൺ നിറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ 2 ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ എല്ലാ ദിവസവും നാരങ്ങാവെള്ളം കുടിക്കുവാൻ എല്ലാവരും ശീലിക്കണം. അതുപോലെ ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആക്കി നമ്മൾക്ക് നാരങ്ങാവെള്ളത്തിനെ മാറ്റിയെടുക്കാം. അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ നാരങ്ങാവെള്ളത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി വേറൊരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.